ഇപ്പോൾ തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലൊക്കെയായിരുന്നു BJP പ്രവർത്തകർ. എന്തായാലും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത് കാത്ത് BJP പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഒപ്പം പോലീസും ഉണ്ട്. ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൃശൂരിന്റെ പ്രിയപുത്രനാം സുരേഷ് ഗോപി നയിക്കട്ടെ, സുരേഷ് ഗോപി നയിക്കട്ടെ, സുരേഷ് ഗോപി നയിക്കട്ടെ, സുരേഷ് ഗോപി നയിക്കട്ടെ. ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. വീര വീര നേതാവേ, വീര വീര നേതാവേ, വീര വീര നേതാവേ, വീര വീര നേതാവേ. വീരതയോടെ നയിച്ചോളൂ, വീരതയോടെ നയിച്ചോളൂ, വീരതയോടെ നയിച്ചോളൂ, വീരതയോടെ നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. ബോലോ ഭാരത് മാതാ കി ജയ്, ബോലോ വഴിനാരിക ജയ്. വീര വീര സുരേഷ് ഗോപി, വീര വീര സുരേഷ് ഗോപി, വീര വീര സുരേഷ് ഗോപി, വീര വീര സുരേഷ് ഗോപി. വീരതയോടെ നയിച്ചോളൂ, വീരതയോടെ നയിച്ചോളൂ, വീരതയോടെ നയിച്ചോളൂ, വീരതയോടെ നയിച്ചോളൂ. ജയ് 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 BJP, ജയ് 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 BJP, ജയ് 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 BJP, ജയ് 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 BJP, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ. വീര വീര സുരേഷ് ഗോപി, വീര വീര സുരേഷ് ഗോപി, വീര വീര സുരേഷ് ഗോപി, വീര വീര സുരേഷ് ഗോപി. വീരതയോടെ നയിച്ചോളൂ, വീരതയോടെ നയിച്ചോളൂ, വീരതയോടെ നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. ജയ് 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 BJP, ജയ് 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 BJP, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. ജയ് 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 BJP, ജയ് 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 BJP, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ. വീര വീര സുരേഷ് ഗോപി, വീര വീര സുരേഷ് ഗോപി, വീര വീര സുരേഷ് ഗോപി, വീര വീര സുരേഷ് ഗോപി.
ജാർഖണ്ഡ് വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം കുറെ കാലങ്ങളായി ചോദിക്കുകയാണ്. എന്തെങ്കിലും ആ കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടോ സുരേഷ് ചേട്ടാ? സുരേഷ് ചേട്ടാ, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത്. വൻ സ്വീകരണമാണ് കേന്ദ്രമന്ത്രിക്ക് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് സാനു കെ സജീവാണ് നമുക്കൊപ്പം ചേർന്നത്. സാനു, ഊഷ്മളമായ ഒരു വരവേൽപ്പാണ് കേന്ദ്രമന്ത്രിക്ക് BJP പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഹലോ 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 ഓടിയുണ്ട്. സാനു, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുൻപാണ് തൃശൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ ആവേശത്തിലായിരുന്നു BJP പ്രവർത്തകർ. ആ ആവേശം ഒട്ടും തന്നെ ചോരാതെ വലിയ രീതിയിലുള്ള വരവേൽപ്പ് കേന്ദ്രമന്ത്രിക്ക് പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുകയാണോ? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തിയത്. അദ്ദേഹം അവിടെ നിന്നാണ് തൃശ്ശൂരിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ കരിയോയിൽ ആക്രമണം അടക്കമുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അവിടെ പരിക്കേറ്റ പ്രവർത്തകരെ നേരിട്ട് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടത്. അല്പസമയം മുൻപാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. തൃശ്ശൂരിൽ വലിയ സ്വീകരണം അദ്ദേഹത്തിന് പ്രവർത്തകർ നൽകുകയാണ്. സാനു കെ സജീവാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. സാനു, അദ്ദേഹം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുകയാണോ? എങ്ങനെയാണ്? നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ പ്രവർത്തകരുടെ ആവേശം വ്യക്തമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മുമ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയത്. തൃശ്ശൂരിൽ വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ സുരേഷ് ഗോപിയെ ആനയിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് നേരെ അദ്ദേഹം ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ് കഴിയുന്ന BJP ജില്ലാ അധ്യക്ഷൻ ജസ്റ്റി ജേക്കബ് അടക്കം കഴിയുന്ന അശ്വിനി ആശുപത്രിയിലേക്കാണ് അദ്ദേഹം ആദ്യം പോവുക. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലും അദ്ദേഹം പോകും. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടികൾ ഉണ്ടാവുക. ഇതിനുശേഷമാണ് ഈ BJP ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന SP ഓഫീസ് മാർച്ച് നടക്കുക. ഇപ്പോൾ അദ്ദേഹം ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രവർത്തകർ ആവേശത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ കേന്ദ്രമന്ത്രി പോകുന്നത് അശ്വിനി ആശുപത്രിയിലേക്കാണ്. അശ്വിനി ആശുപത്രിയിൽ എത്തിയ ശേഷം അദ്ദേഹം അവിടെ ചികിത്സയിൽ കഴിയുന്ന ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവരെ കാണും. ഞാൻ തന്നെ നേരിട്ട് ചോദിച്ചു. സാനു നമുക്കിപ്പം ചേരുന്നുണ്ട്. സാനു, അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റ നിരവധി BJP പ്രവർത്തകരുണ്ട്. അവരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്.
രാഖി അല്പസമയം മുമ്പ് അതായത് 9:20 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പ്രവർത്തകർ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ പ്രവർത്തകർ വലിയൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത്. ഇവിടുത്തെ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം അദ്ദേഹം ആദ്യം പോവുക അശ്വനി ആശുപത്രിയിലേക്കാണ്. കഴിഞ്ഞ ദിവസം BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് കഴിയുന്ന BJP ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർ ഈ അശ്വനി ആശുപത്രിയിലാണ് കഴിയുന്നത്. പോലീസിന്റെ ലാത്തിയടിക്കിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്ന ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, ഒപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി CPMന്റെ കല്ലേറിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന PK ബാബു അടക്കമുള്ളവരെ അദ്ദേഹം ഇപ്പോൾ ചെന്ന് സന്ദർശിക്കും. അവിടെ അരമണിക്കൂറോളം ചെലവഴിച്ചതിന് ശേഷമായിരിക്കും ഈ സുരേഷ് ഗോപിയുടെ ഇന്നലെ ആക്രമണം നടന്ന CPMന്റെ നേതൃത്വത്തിൽ ഇന്നലെ അഴിഞ്ഞാട്ടം നടന്ന അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പോകുക. ഈ ക്യാമ്പ് ഓഫീസിലെത്തി അദ്ദേഹം അവിടെ സമയം ചെലവഴിച്ച് അവിടെ ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. ഈ സമയം 10:30 BJPയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന SP ഓഫീസും മാർച്ച് നടക്കും. 10:30 പഴയ നടക്കാവിലുള്ള BJPയുടെ മുൻ ഓഫീസിൽ നിന്നും ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിൽ മുൻ BJP ജില്ലാ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ അടക്കം പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ MPയുടെ ഓഫീസിന്റെ നേർക്ക് ഇന്നലെ നടന്ന CPM ആക്രമണത്തിൽ ഇന്ന് പോലീസിൽ പരാതി നൽകാനുള്ള സാധ്യതയും അത്തരത്തിലുള്ള നിയമോപദേശവും മന്ത്രിയുടെ ഓഫീസിൽ തേടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി ഈ ഓഫീസിൽ സന്ദർശനം നടത്തിയതിന് ശേഷം അദ്ദേഹം പോലീസിൽ പരാതി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാഖി. ശരി സാനു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുൻപാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് BJP പ്രവർത്തകർ നൽകിയത്. അദ്ദേഹം എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം പരിക്കേറ്റ CPMന്റെ ഒത്താശയോടുകൂടി പോലീസ് അതിക്രമം നടന്നിരുന്നു. ആ അതിക്രമത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ സന്ദർശിക്കാനായി അദ്ദേഹം അശ്വിനി ആശുപത്രിയിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാനു കെ സജീവാണ് അവിടെ നിന്ന് നമുക്ക് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്.